കാലവർഷ മുൻകരുതലിന്റെ ഭാഗമായി NDRF സംഘം മലപ്പുറത്തെത്തും. ചെന്നൈ ആരക്കോണത്ത് നിന്നുള്ള 26 പേരടങ്ങുന്ന സംഘമാണ് എത്തുക. സംഘം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യും. പാലക്കാട് പത്തിരിപ്പാലയിലും നെല്ലിയാമ്പതി തുത്തംപാറയിലും മരം കടപുഴകി വീണു. പത്തിരിപ്പാലയിൽ ബസ്സിന് മുകളിലൂടെയാണ് മരം കടപുഴകി വീണത്. ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം. തുത്തംപാറ എസ്റ്റേറ്റിലെ ബംഗ്ലാവിൽ താമസിക്കാനായി എത്തിയ 5 അംഗ സംഘം വനമേഖലയിലെ വഴിയിൽ കുടുങ്ങുകയും ചെയ്തു. വനം വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്ത KFDC ഓഫീസിലേക്ക് സഞ്ചാരികളെ താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ്. KCBക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. നിലവിൽ ബസിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇതെന്തുണ്ടായി? ഇതാണ്ടോ വേരോടെ പൊങ്ങിക്കടത്, ആ കോൺക്രീറ്റും ഒക്കെ പാടെ പൊങ്ങിക്കണം. കോഴിക്കോട്ടും കനത്ത നാശമുണ്ടായിട്ടുണ്ട്. അത്തോളിയിൽ കനത്ത മഴയിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. അത്തോളി കൊളക്കാട്ട് എലിയോട്ട് അമ്പലത്തിനടുത്ത് കല്യാണി ഗോപാലന്റെ വീടിന് മുകളിലാണ് തെങ്ങ് കടപുഴകി വീണത്. കൊല്ലം കൊട്ടാരക്കരയിൽ ശക്തമായ മഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. കൊട്ടാരക്കര നഗരസഭാ കൗൺസിലർ പവിജ പത്മന്റെ വീടിന് മുകളിലേക്കാണ് വീണത്. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിന് മുന്നിൽ നിന്ന ആഞ്ഞിലി മരവും തെങ്ങും ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി. എത്ര മണിയായിരുന്നു?